കാക്ക ഞാൻ അങ്ങാടിയിലൊന്ന് പോയിട്ട് വരാം, കുറച്ച് പൈസ കൊണ്ടു കൊടുക്കാറുണ്ട്. നിക്ക് ഇത് എന്നോട് ഒരു കാര്യം പറയാണ്ട്. എന്തേ കാക്ക? എല്ലാ പ്രാവശ്യം വരുമ്പോഴൊക്കെ സാധനമൊക്കെ കൊണ്ടുള്ളത് ഈ പ്രാവശ്യം കുട്ടികൾക്ക് മുട്ടായി വരെയും കൊടുക്കില്ല. എന്താ അതിനുള്ള കാരണം എന്താ? കുട്ടിയേക്ക് മുട്ടായി കൊണ്ടുവരാൻ പോതില്ലായിട്ടല്ല, അവിടുന്ന് പെട്ടി കെട്ടി കൊണ്ടുവരുമ്പോത്തിന് 1500 റിയാലാവും. 1500 റിയാലല്ല ഉള്ളൂ, അപ്പൊ വാങ്ങിച്ചൂടേനത്. എത്ര കാക്ക നിങ്ങള് പറഞ്ഞത്? 1500 റിയാലുള്ളൂ എന്നാ. 1500 റിയാല് നമ്മുടെ നാട്ടിലെ 10-30 റുപ്യായി. അവിടുന്ന് സാധനം മേടിക്കുന്നതിനും നല്ലത് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കാൻ നല്ലത്. ഇവിടെ ആവുമ്പോഴേ 10,000 റുപ്യക്ക് നല്ല ഗൾഫ് മുട്ടായി നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാണ്ട്. പിന്നെ കുട്ടികളുടെ എന്താ സാധനം അതും മേടിക്കാം, എന്നാലും നമുക്ക് 20,000 റുപ്യ ലാവാം. അതോടെ ഞാൻ അവിടുന്ന് മേടിക്കാതിനോട് പോന്നത്. എല്ലാ നമ്മളല്ലല്ല പോണത്, അലിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാ പോയിട്ട് പോവാന്നല്ലേ. അല്ലേ അവർക്ക് ഞാൻ വരാം. You like an animal. We don't need you not like everyone. അല്ലേ എന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് ഒരു സാധനം കൊടുത്തിട്ടില്ല, ഒരു മുട്ടായും കൂടി കൊടുത്തിട്ടില്ല. ഇജ്ജ് പറഞ്ഞ കട എവിടെയാണ്? ഞാൻ പറഞ്ഞ കട ഇവിടെ കിടക്കണ അറിയോ? ചന്തപ്പള്ളി കഴിഞ്ഞ് തിരുവങ്ങാടി അങ്ങാടി എത്തുന്നതിന് മുന്നേ നൂറാനി മുട്ടായി ഷോപ്പ്, അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷൻ. അവിടെ പോയ എല്ലാ സാധനങ്ങളും കിട്ടും. അതിന്റെ പെട്ടി മഴ കേട്ടാ നീ എടുക്കും എന്റെ കൂടെ. എന്നാ വാ. ശരി. അപ്പൊ മക്കളെ മറക്കണ്ട, ചമ്മാട് കഴിഞ്ഞിട്ട് ചന്തപ്പടി കഴിഞ്ഞിട്ട് തിരൂരങ്ങാടി അങ്ങാടി എത്തുന്ന മുന്നേ നൂറാനി മിഠായിക്കട ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഗൾഫിലെ മിഠായികൾ. പിന്നെ ഇത് കൂടാതെ ചോക്ലേറ്റ്, കല്യാണ ഗിഫ്റ്റ്, നിക്കാഹ് ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്, പെണ്ണ് കാണാൻ പോകുന്നവർക്ക് വരെ നല്ല ഗൾഫിലെ മിഠായി ഇവിടെ കിട്ടും. ഗൾഫിൽ നിന്ന് പ്രവാസികൾ ആരെയും വരികയാണെങ്കിൽ അവിടുന്ന് മിഠായി മേടിക്കണ്ട. നമ്മുടെ നാട്ടിൽ വന്ന നൂറാനിൽ വന്നു കഴിഞ്ഞാൽ പെട്ടി കെട്ടി വീട്ടിൽ കൊണ്ടുപോവാ. ഇത് കൂടാതെ വീട്ടിലേക്ക് ഡെലിവറി ഫ്രീ ആണ്. അപ്പൊ ചങ്കാള വന്നോളും, മേടിച്ചോളും, പേക്കോളും. ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുത്താ.